ഒരാണും പെണ്ണും തമ്മിൽ സൗഹൃദവും പ്രണയവും വഴിവിട്ട ബന്ധവുമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ സ്വാഭാവികമല്ലേ? ആരെ സ്നേഹിക്കണമെന്നും ആർക്കൊപ്പം ജീവിക്കണമെന്നുമൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. വിവാഹേതര ബന്ധങ്ങൾ പോലും തെറ്റല്ലെന്നും കുറ്റകരമല്ലെന്നും വാദിക്കുന്നവരുണ്ട്. അതെ, മറ്റുള്ളവർ അറിയുന്നതുവരെയും അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ പങ്കാളിയോ കുടുംബാംഗങ്ങളോ നാട്ടുകാരോ ഇത് തിരിച്ചറിയുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകും. പിന്നെ കുടുംബം വേണോ സുഹൃത്തു വേണോ എന്ന ചിന്തയാകും. ചിലർ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം പോകാം. എന്നാൽ വീട്ടുകാരെക്കുറിച്ച് ആലോചിക്കുന്നവർ മറിച്ചൊരു തീരുമാനമെടുക്കും. കൊച്ചി പള്ളുരുത്തിയിലെ ഷഹാന എന്ന വീട്ടമ്മ വഴിവിട്ട ബന്ധത്തിൽ കുടുങ്ങിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഭർത്താവ് അറിഞ്ഞതോടെ ആൺസുഹൃത്തിനെതിരെ പീഡന പരാതി നൽകി തടിയൂരാൻ നോക്കി. എന്നാൽ അയാൾ ഷഹാനയുടെ നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയതോടെ പിന്നെ ആൺസുഹൃത്ത് ആഷിക്കിനെ കൊലപ്പെടുത്താനുള്ള തീരുമാനം. പള്ളുരുത്തിയിൽ വീട്ടമ്മയും ഭർത്താവും ചേർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചി പള്ളുരുത്തി സ്വദേശിനി ഷഹാനയും ആൺസുഹൃത്ത് ആഷിക്കും തമ്മിലുള്ള വഴിവിട്ട ബന്ധം ഭർത്താവ് അറിഞ്ഞതിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ഇക്കാര്യം നാട്ടിൽ പാട്ടായതോടെ ആഷിക്കിനെതിരെ പീഡന പരാതി നൽകാൻ ഷിഹാബ് ഭാര്യയോട് ആവശ്യപ്പെട്ടു. ഭർത്താവിൻ്റെ ഭീഷണിയിൽ വീട്ടമ്മ പരാതി നൽകിയതോടെ ആഷിഖ് അറസ്റ്റിലായി. ആ സമയം മറ്റൊരു യുവതിയുമായി ആഷിഖിൻ്റെ വിവാഹം ഉറപ്പിച്ചതാണ്. തൻ്റെ ജീവിതം തകർന്നെന്ന് മനസ്സിലായ ആഷിഖ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ ഷഹാനയുടെ നഗ്നചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കി. ഇതോടെയാണ് ആൺസുഹൃത്തിനെ കൊലപ്പെടുത്താൻ വീട്ടമ്മയും ഭർത്താവും തീരുമാനിച്ചത്. തുടയിലേറ്റ വെട്ടാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കേസിൽ ഇവരുടെ 22 വയസ്സുള്ള മകന് പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുകയാണ്. എറണാകുളം പള്ളുരുത്തി സ്വദേശി ആഷിക്കിന്റെ മരണകാരണം തുടയിലേറ്റ വെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. രക്തം വാർന്നാണ് ആഷിഖ് മരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആഷിക്കിനെ കൊലപ്പെടുത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായി പ്രതി ഷിഹാബ് പോലീസിന് മൊഴി നൽകി. പള്ളുരുത്തി സ്വദേശി ആഷിക്കിനെ തിങ്കളാഴ്ച രാത്രിയാണ് ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിൽ ഇൻസുലേറ്റഡ് വാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോരയൊലിച്ച നിലയിലാണ് ഇയാളെ കണ്ടത്. വാനിന് സമീപമുണ്ടായിരുന്ന സുഹൃത്ത് ഷഹാനയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. അപകടത്തിൽപ്പെട്ടതാണെന്ന് ഷഹാന പറഞ്ഞതോടെ നാട്ടുകാർ ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആശുപത്രിയിലെത്തുമ്പോൾ മരണം സംഭവിച്ചിരുന്നു. സംഭവം ആത്മഹത്യയെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. പിന്നീട് ആഷിക്കിനെ കൊന്നതാണെന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയതോടെ ഷഹാനയെയും ഭർത്താവ് ഷിഹാബിനെയും ചോദ്യം ചെയ്തു. ഷഹാനയും ഷിഹാബും ചേർന്നാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ആഷിഖ് മരിച്ചുവെന്ന് ഉറപ്പായ ശേഷം ഷിഹാബ് സ്ഥലം വിടുകയായിരുന്നു. ആഷിക്കിന്റെ 2 തുടകളിലും കഴുത്തിലും കാൽപാദത്തിലും ആഴത്തിൽ മുറിവേറ്റിരുന്നു. ഓൺലൈനായി വാങ്ങിയ ചെറിയ ബ്ലേഡ് വെച്ചായിരുന്നു കൊലപാതകം. കൊല്ലപ്പെട്ട ആഷിഖ് ഷഹാനയുമായി സൗഹൃദത്തിലായത് അക്യുപഞ്ചർ ഡോക്ടർ എന്ന പേരിലാണ്. മാർക്കറ്റുകളിൽ മീൻ വിതരണം ചെയ്തിരുന്ന ആഷിഖും ഷഹാനയുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഷിഹാബ് ഷഹാനയെ കൊണ്ട് ആഷിഖിനെതിരെ പീഡന പരാതി നൽകിക്കുകയായിരുന്നു. ആ കേസിൽ 24 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഷഹാനയുടെ നഗ്നചിത്രം തന്റെ കയ്യിലുണ്ടെന്നും അത് പരസ്യപ്പെടുത്തുമെന്നും ആഷിഖ് ഷഹാനയെയും ഷിഹാബിനെയും ഭീഷണിപ്പെടുത്തിയതാണ് കൊലപാതകത്തിന് കാരണമായത്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ കുട്ടികൾ പഠനത്തിൽ അല്പം പിന്നോട്ട് പോയാലോ അവരുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത തോന്നിയാലോ പലരും ആശ്രയിക്കുന്നത് ഒരു മനഃശാസ്ത്രജ്ഞനെയോ കൗൺസിലറെയാകും. കൗൺസിലിംഗ് ചെയ്യുമ്പോൾ മക്കൾ സ്വന്തം മാതാപിതാക്കളോട് പോലും പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കും. കാസർകോട്ടെ 14-കാരി പഠനത്തിൽ പിന്നോക്കം പോയതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ കൗൺസിലിങ്ങിനായി ഡോക്ടറുടെ ക്ലിനിക്കിലെത്തിയത്. എന്നാൽ കുട്ടിയുമായി സംസാരിക്കുന്ന സമയത്ത് അയാൾ അവളോട് മോശമായി പെരുമാറി. 2023 നടന്ന ഈ സംഭവത്തെക്കുറിച്ച് പെൺകുട്ടി സ്വന്തം അച്ഛനോടോ അമ്മയോടോ പറയാൻ തയ്യാറായില്ല. പിന്നീട് സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തു വന്നത്.
കേസിൽ കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ ഡോക്ടർ വിശാഖുമാറിനെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. കാഞ്ഞങ്ങാട് കുശാൽ നഗർ റെയിൽവേ ഗേറ്റിന് സമീപത്തെ ക്ലിനിക്കിൽ കൗൺസിലിംഗിനെത്തിയ 14-കാരിയെ ഡോക്ടർ വിശാഖുമാർ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പഠനത്തിൽ പിന്നോക്കം പോയതിനെ തുടർന്നാണ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയെ കൗൺസിലിംഗിനായി ഡോക്ടറുടെ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്ലിനിക്കിലെത്തിച്ചത്. ഈ സമയത്ത് പെൺകുട്ടിയെ ഡോക്ടർ ഉപദ്രവിക്കുകയായിരുന്നു. ഭയം കാരണം വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. +2 പഠിക്കുന്ന പെൺകുട്ടിയെ വീണ്ടും കൗൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് 2 വർഷം മുമ്പ് പീഡനത്തിനിരയായ വിവരം പുറത്തായത്. ഡോക്ടർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേസെടുത്തത്. ചെന്നൈയിലായിരുന്ന ഡോക്ടർ തനിക്കെതിരെ കേസെടുത്ത വിവരം അറിയാതെ കാഞ്ഞങ്ങാട്ടെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. ഡോക്ടർ വിശാഖുമാറിനെ ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാറും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. പെൺകുട്ടികളുടെ മാത്രമല്ല ആൺകുട്ടികളുടെ മാതാപിതാക്കളും ഇക്കാലത്ത് വലിയ ആശങ്കയോടെയാണ് കഴിയുന്നത്. കാരണം സ്വന്തം ബന്ധുക്കളെയോ അയൽവാസികളെയോ വിശ്വസിക്കാൻ കഴിയാത്ത കാലം. കോഴിക്കോട് മുക്കത്തെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ പതിവായി ട്യൂഷന് കൊണ്ടുപോയിരുന്നത് അയൽവാസിയായ ഓട്ടോ ഡ്രൈവറാണ്. കഴിഞ്ഞ ദിവസം ആൾത്തിരക്കില്ലാത്ത വഴിയിൽ വെച്ച് ഇയാൾ 14-കാരനെ ലൈംഗികമായി ചൂഷണം ചെയ്തു. കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ഓട്ടോ ഡ്രൈവർ മൂട്ടോളി സ്വദേശി രവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പതിനാലുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലാണ് മുട്ടോളി സ്വദേശി രവിയെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുക്കത്തെ ഓട്ടോ ഡ്രൈവറാണ് പ്രതി. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. രവിയുടെ ഓട്ടോയിലാണ് വിദ്യാർത്ഥി തിരുവമ്പാടിയിലെ ട്യൂഷൻ സെന്ററിലേക്ക് പതിവായി പോകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവമ്പാടി എസ്റ്റിമേറ്റ് റോഡിലെത്തിയപ്പോൾ ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടിയുടെ പരാതിയിലാണ് പോലീസ് ഓട്ടോ ഡ്രൈവർ രവിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾ മറ്റേതെങ്കിലും കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. പല സ്കൂളുകളിലും കുട്ടികളെ ഡിവിഷൻ മാറ്റിയിരുത്തുന്ന പ്രവണതയുണ്ട്. പഠനത്തിൽ മോശമായാലോ കൂട്ടുകെട്ട് പ്രശ്നമായാലോ ചില അധ്യാപകർ നടത്തുന്ന പരീക്ഷണമാണിത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ആശീർ നന്ദ 8ാം ക്ലാസ്സിൽ നിന്ന് 9ലെത്തിയപ്പോൾ മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റി. മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഡിവിഷൻ മാറ്റിയത് ആ പെൺകുട്ടിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കി. ആശീർ നന്ദയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെയാണ് ഈ സംഭവം പുറത്തു വന്നത്. പെൺകുട്ടി ജീവനൊടുക്കിയ കേസിൽ സ്കൂളിൽ അധ്യാപകർക്കെതിരെ കുട്ടികളുടെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസമാണ് 9ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തത്. ഇതിനു പിന്നാലെ അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണവുമായി ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിരുന്നു. 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ പ്രശാന്തും ബന്ധുക്കളും ആരോപിച്ചു. 9ാം ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങി മാസങ്ങൾ പിന്നിട്ട ശേഷം ഡിവിഷൻ മാറ്റിയിരുത്തി. സ്വന്തം കൈപ്പടയിൽ ഇനി മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ തന്നെ പഠനം തുടരാമെന്ന് എഴുതി വാങ്ങിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പെൺകുട്ടികളായി കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം, ആൺകുട്ടികള് നല്ലല്ലോ എന്നൊക്കെ പ്രീതാന്നിട്ട്
എന്നിട്ട് ആ ടീച്ചർ എന്നെ വെക്കേഷനിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സോറി പറഞ്ഞതൊക്കെ തെറ്റാണ്, ഇവളെത്തല്ല അബദ്ധേ, ഇവള് പാവമായിട്ട് വേറൊരു കുട്ടിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, ഇവള് ഞങ്ങളുടെ നിന്ന് സമ്മതം ഇതാക്കി. സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നും DOയിൽ നിന്നും മറ്റ് വിദ്യാഭ്യാസ വകുപ്പിലെയും മനുഷ്യാവകാശ കമ്മീഷനെയും എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇതിനൊരു നീതിപൂർവമായ അന്വേഷണം നടത്തി ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ളൊരു കാര്യങ്ങൾ എടുക്കാനും അതിൻ്റെ കൂടെ ഉത്തരവാദികളായ അധ്യാപകരെയും സ്കൂൾ മാനേജ്മെൻറ്റിനെയും ശിക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ മുൻപിൽ വെച്ചാണ് ആശ്രിത് നന്ദയെ കൊണ്ട് എഴുതി വാങ്ങിച്ചത്. വിഷയത്തിൽ ക്ലാസ് മുറികൾ വിട്ട് വിദ്യാർത്ഥികൾ ബുധനാഴ്ച സ്കൂളിനുള്ളിൽ പ്രതിഷേധിച്ചു. കുട്ടികൾക്ക് പിന്തുണയുമായി രക്ഷിതാക്കളും സ്കൂളിലെത്തിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസ് ഒരു പേടി സ്വപ്നം പോലെ ഇപ്പോഴും മനസ്സിലുണ്ട്. പെറ്റമ്മയുടെ കൺമുന്നിലിട്ട് ബോംബെറിഞ്ഞും വെട്ടിപ്പരിക്കേൽപ്പിച്ചും നടത്തിയ കൊലപാതകം. അതിന് ദിവസങ്ങൾക്ക് മുൻപേ പ്രതികൾ വാട്സാപ്പ് വഴി കോളുകൾ ചെയ്ത് നടത്തിയ ഗൂഢാലോചന. ഗുണ്ടാ നേതാവായ ജിം സന്തോഷിനെ മുൻ വൈരാഗ്യത്തെ തുടർന്ന് സംഘം ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കൃത്യം നടന്ന 90 ദിവസത്തിനുള്ളിലാണ് കരുനാഗപ്പള്ളി പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകിയത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഗൂഢാലോചന നടത്തിയവരും പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തവരുമായി ആകെ 13 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. മാർച്ച് മാസം 27-ന് ജിം സന്തോഷിന്റെ വീട് ആക്രമിക്കുകയും സ്വന്തം മാതാവിന്റെ മുന്നിൽ വെച്ച് ബോംബെറിഞ്ഞും വെട്ടിപ്പരിക്കേൽപ്പിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ഗൂഢാലോചന, കൊലപാതകം, സംഘടിത കുറ്റകൃത്യമടക്കമുള്ള വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ പ്രതികൾ വാട്സപ്പ് വഴി കോളുകൾ ചെയ്തും പലരുടെയും സിം കാർഡ് ഉപയോഗിക്കുകയും ചെയ്തതായും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. കരുനാഗപ്പള്ളി പോലീസിന്റെ കൃത്യതയാർന്ന അന്വേഷണത്തിൽ പ്രതികൾ ഉപയോഗിച്ച ഫോണുകളും ആയുധങ്ങളും വാഹനങ്ങളും അടക്കം കൃത്യത്തിന് ഉപയോഗിച്ച എല്ലാം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. കൊല്ലം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ IPSന്റെയും കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന IPSന്റെയും മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു രവിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ചവറ PS ഇൻസ്പെക്ടർ ഷാജഹാൻ, SI മാരായ ഷമീർ, കണ്ണൻ, വേണുഗോപാൽ, സന്തോഷ് S, CPOമാരായ ഹാഷിം, രാജീവ് കുമാർ, അനിത, ശാലു എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് 18 കൊട്ടാരക്കര. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും പീഡന പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘവും വന്നിട്ടും സിനിമയിൽ ചൂഷണം നേരിട്ട സ്ത്രീകൾക്ക് നീതി ലഭിച്ചോ? റിപ്പോർട്ടും അന്വേഷണവും ഒക്കെ ഇപ്പോൾ ആവിയായ മട്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലെയും അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നു. ആകെ രജിസ്റ്റർ ചെയ്ത 34 കേസുകളിലെയും നടപടികൾ അവസാനിപ്പിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികളെ ആസ്പദമാക്കി കേസെടുക്കാനും അന്വേഷിക്കാനും നിർദ്ദേശിച്ചാണ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്.
SITക്ക് മുന്നിൽ മൊഴി നൽകാൻ അതിജീവിതകൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകിയിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ അന്വേഷണ സംഘവുമായി സഹകരിച്ചില്ല. തുടർന്നാണ് എല്ലാ കേസുകളിലെയും അന്വേഷണം അവസാനിപ്പിച്ചതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മൊഴി നൽകാൻ SIT ആരെയും നിർബന്ധിക്കേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ച് വ്യക്തമാക്കി. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം സംബന്ധിച്ച പരാതി സ്വീകരിക്കുന്നതിനായി SITയുടെ നോഡൽ ഏജൻസി പ്രവർത്തനം തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു. പുതിയ നിയമം വരുന്നതുവരെ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ടാകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഓഗസ്റ്റ് മാസം ആദ്യം സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായ കോൺക്ലേവ് സംഘടിപ്പിക്കും. ഇതിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാവും സിനിമാ നയം രൂപീകരിക്കാനുള്ള കരട് തയ്യാറാക്കുക. നിയമത്തിന്റെ കരട് തയ്യാറാക്കിയ ശേഷം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് 2019 ഡിസംബർ 31-നാണ് ജസ്റ്റിസ് K ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നതിനു പിന്നാലെയാണ് സർക്കാർ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ നിയോഗിച്ചത്. മുൻ ഹൈക്കോടതി ജഡ്ജി K ഹേമ, നടി ശാരദ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ KP വത്സലകുമാരി എന്നിവരടങ്ങിയ 3-അംഗ സമിതിയാണ് കമ്മിറ്റിയിലുണ്ടായിരുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങളായിരുന്നു സിനിമാ മേഖലയിലുണ്ടായത്. കൊച്ചി. നടൻ കൃഷ്ണകുമാറിനെയും മകൾ ദിയ കൃഷ്ണയെയും കള്ളക്കേസിൽ കുടുക്കാൻ പല നീക്കങ്ങളും നടന്നതാണ്. ജീവനക്കാരായ യുവതികളെ തട്ടിക്കൊണ്ടുപോയെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നുമുള്ള പരാതിയിൽ കഴമ്പില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. നടനും മകൾക്കുമെതിരെ തെളിവുകളില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കൃഷ്ണകുമാറിൻ്റെയും ദിയയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്നും അന്വേഷണവുമായി അവർ സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. നടൻ കൃഷ്ണകുമാർ പരാതിക്കാരായ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നതല്ലാതെ ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വ്യാഴാഴ്ച വിധി പറയും. ഇതിനിടെ ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അന്വേഷണ റിപ്പോർട്ടിലെ വ്യക്തതക്കുറവ് കാരണമാണ് നടപടി. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്നും അന്വേഷണവുമായി അവർ സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു. കേസിലെ 1-ാം പ്രതി വിനീതയുടെ ഭർത്താവും 4-ാം പ്രതിയുമായ ആദർശിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ജീവനക്കാർ സ്ഥാപനത്തിൽ നിന്ന് പണം വെട്ടിച്ചുവെന്നാരോപിച്ചാണ് കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത്. ഇവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ കൃഷ്ണകുമാറും മകളും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തുവെന്നാരോപിച്ച് ജീവനക്കാരും പരാതി നൽകുകയായിരുന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അക്കൗണ്ടിലെത്തിയ മുഴുവൻ തുകയും വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ജീവനക്കാരായ 3 പേർ ചേർന്ന് സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദിയ കൃഷ്ണകുമാറിന്റെ പരാതി. ഈ പരാതി കന്റോൺമെന്റ് ACPക്ക് കൈമാറിയിരുന്നു. പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പരാതി നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ വധിക്കാൻ പദ്ധതിയിട്ടവരുടെ പട്ടികയിൽ 977 പേർ. അതിൽ RSS BJP നേതാക്കളും റിട്ടയർഡ് ജഡ്ജിയും. പോപ്പുലർ ഫ്രണ്ട് വധിക്കാൻ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരി മുതൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ
KP ശശികല വരെയുണ്ട്. NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് PFIയുടെ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ചും ഇപ്പോഴും ഇവിടെ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നത്. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും NIA പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ കൊലപ്പെടുത്താനുള്ളവരുടെ ഹിറ്റ് ലിസ്റ്റിൽ കൂടുതലും BJP, RSS നേതാക്കൾ. 3 ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഹിറ്റ് ലിസ്റ്റിൽ RSS നേതാവ് വത്സൻ തെല്ലങ്കരിയുടെയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയുടെയും പേരുകളുണ്ട്. പട്ടികയിൽ ഉൾപ്പെട്ട റിട്ടയർഡ് ജഡ്ജി ആലുവ സ്വദേശിയാണ്. ആലുവ സ്വദേശികളായ മറ്റ് 2 പേരെക്കുറിച്ചും ഹിറ്റ് ലിസ്റ്റിൽ പരാമർശമുണ്ട്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്നും ഒരു പട്ടിക ലഭിച്ചു. അതിൽ 240 പേരാണ് ഉണ്ടായിരുന്നത്. ആലുവ പെരിയാർ വാലിയിലെ PFI ഓഫീസിൽ നിന്ന് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 5 പേരുടെ വിവരങ്ങൾ ലഭിച്ചു. അറസ്റ്റിലായ അയൂബിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 500 പേരുടെ പട്ടിക. പെരിയാർ വാലിയിൽ നിന്ന് 232 പേരുടെ പട്ടികയും ലഭിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തപ്പോഴാണ് NIA ഈ വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയത്. ഹർജിക്കാർക്കെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ കോടതി തള്ളി. 977 പേരെയാണ് PFI കൊല്ലാനോ ആക്രമിക്കാനോ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന് 36 ചോദ്യങ്ങളടങ്ങുന്ന ക്വസ്റ്റ്യനെയർ നൽകിയിരുന്നുവെന്നും കൃത്യം ആസൂത്രണം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ചോദ്യങ്ങളെന്നും NIA പറയുന്നു. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. കണ്ണൂർ ജില്ലയിലെ മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാനികളാണ് പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് മഷൂദും അഴീക്കോട് സ്വദേശിനി സ്നേഹയും. മെത്താഫിറ്റമിനും MDMAയും ഹാഷിഷ് ഓയിലും എത്തിക്കുന്നത് സ്നേഹയാണെങ്കിൽ വിൽപ്പന നടത്തുന്നത് മഷൂദാണ്. കുറച്ചു നാളുകളായി എക്സൈസ് ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഇവരിൽ നിന്ന് മെത്താഫിറ്റമിനും MDMAയും ഹാഷിഷ് ഓയിലും കണ്ടെടുത്തു. സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിലും ഇവർ സഞ്ചരിച്ച വാഹനത്തിലും വീട്ടിലും ഉൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങൾക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കുറുവയ്ക്ക് സമീപത്ത് സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ലഹരി വസ്തുക്കൾ പിടികൂടിയത്. കുറുവ ബീച്ചിനടുത്തുള്ള സ്വകാര്യ ടൂറിസ്റ്റ് റിസോർട്ടിൽ നടത്തിയ പരിശോധനയിൽ 5 ഗ്രാം മെത്താഫിറ്റമിനും തുടർന്ന് ഇവരുടെ സ്കൂട്ടർ പരിശോധിച്ചതിൽ 12 ഗ്രാം ഹാഷിഷ് ഓയിലും കണ്ടെടുത്തു. പിന്നീട് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഴീക്കോട് ഭാഗത്തുള്ള യുവതിയുടെ വീട്ടിൽ നിന്നാണ് 184 ഗ്രാം മെത്താഫിറ്റമിനും 89 ഗ്രാം MDMAയും പിടികൂടിയത്. കണ്ണൂർ ജില്ലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് അറസ്റ്റിലായ പ്രതികൾ. നേരത്തെയും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്ന് എക്സൈസ് അറിയിച്ചു. കഴിഞ്ഞ വർഷം കണ്ണൂർ താളികാവ് ഭാഗത്ത് വെച്ച് 207 ഗ്രാം മെത്താഫിറ്റമിൻ കൈവശം വെച്ച കേസിൽ 1-ാം പ്രതിയായ മഷൂദ് 1 മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. പ്രതികൾ കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തും രാസലഹരികൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ C. ഷാബുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തൂനോളി, PK അനിൽകുമാർ, RP അബ്ദുൽ നാസർ എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രതികളെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. ഒരു തവണ ലഹരി കേസിൽ പിടിയിലായാൽ പിന്നെ ആ പ്രതികൾക്ക് മേൽ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നിരീക്ഷണമുണ്ടാകും. അവരുടെ യാത്രകളും സൗഹൃദങ്ങളുമൊക്കെ
സംശയത്തോടെയാകും പിന്നെ കാണുക. കാസർഗോഡ് കൊളവേൽ സ്വദേശി നിസാമുദ്ദീൻ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഇയാളിൽ നിന്ന് MDMA പിടിച്ചെടുത്തതിന് പിന്നാലെ അറസ്റ്റിലായെങ്കിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ വീണ്ടും ലഹരി കച്ചവടം തുടർന്നു. ഒടുവിൽ നിസാമുദ്ദീനെ 1 വർഷത്തേക്ക് തടവിൽ പാർപ്പിക്കാൻ പോലീസിന്റെ തീരുമാനം. കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിൽ ആദ്യമായാണ് ഒരു ലഹരി കേസ് പ്രതിയെ PIT NDPS ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയായ കൊളവേൽ സ്വദേശിയെ ഹോസ്ദുർഗ് പോലീസ് PIT NDPS നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം, ബേക്കൽ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കൊളവേൽ ഇട്ടമ്മൽ സ്വദേശി നിസാമുദ്ദീൻ. 1 വർഷത്തേക്ക് തടവിൽ പാർപ്പിക്കാൻ സർക്കാർ ഉത്തരവിട്ട ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. വിൽപ്പനക്കായി കൈവശം വെച്ച 72.73 ഗ്രാം MDMA-യുമായി കഴിഞ്ഞ ഡിസംബറിൽ മഞ്ചേശ്വരം പോലീസ് ഇയാളെ പിടികൂടിയിരുന്നു. ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ 2 ലഹരി കേസുകളും ഇയാൾക്കെതിരെയുണ്ട്. തുടർച്ചയായി ലഹരി കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ ചുമത്തുന്നതാണ് PIT NDPS നിയമം. ഇത്തരത്തിൽ കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിൽ ആദ്യ അറസ്റ്റാണിത്. ജില്ലാ പോലീസ് മേധാവി TV വിജയഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. കൊടും കുറ്റവാളികളായ ഒട്ടേറെ ഇതര സംസ്ഥാനക്കാർ കേരളത്തിൽ താവളമടിച്ചിട്ടുണ്ട്. മദ്യമോ ലഹരിയോ ഉപയോഗിച്ചാൽ അവർ ഏത് സമയവും ആക്രമണകാരികളാകും. മലയാളികൾക്ക് മാത്രമല്ല, ഇതര സംസ്ഥാനക്കാർക്കും അവർ പേടി സ്വപ്നമാണ്. മലപ്പുറം കൊളത്തൂരിൽ കഴിഞ്ഞ ദിവസം ബംഗാൾ സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ബംഗാൾ സ്വദേശി അർമാൻ മണ്ഡലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അസംകാരനായ ബാദിസ്ത ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലാണ് പ്രതി ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. പുഴക്കാട്ടേരി ടൗണിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ആസാം സുനിത്പൂർ സ്വദേശി ബാദിസ്ത ദാസിനെയാണ് പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത്ത് എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘം പെരിന്തൽമണ്ണയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 11-ന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പുഴക്കാട്ടേരിയിലെ ക്വാർട്ടേഴ്സിൽ വെച്ച് പ്രതിയുടെ റൂമിലെത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി അർമാൻ മണ്ഡലിനെയാണ് മദ്യലഹരിയിൽ കുത്തിപ്പരിക്കേൽപ്പിച്ച് പ്രതി രക്ഷപ്പെട്ടത്. പരിക്കേറ്റ അർമാൻ മണ്ഡൽ ക്വാർട്ടേഴ്സിന്റെ താഴെയെത്തി റോഡരികിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അതുവഴി വന്ന കോഴിവണ്ടിക്കാരനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. സംഭവശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിനായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയും മറ്റൊരു പേരിൽ പെരിന്തൽമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ താമസിക്കുന്ന ടൗണിന് സമീപമുള്ള ക്വാർട്ടേഴ്സിലെത്തുകയും ചെയ്തു. ഇതോടെ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പിടികൂടുകയായിരുന്നു. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുത്താൻ ഉപയോഗിച്ച കത്തി സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ആസാം പോലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതായും പോലീസ് അറിയിച്ചു. പാലക്കാട് മണ്ണാർക്കാടിന് സമീപം നാട്ടുകല്ലിൽ മോഷണം തുടർക്കഥയാണ്. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് കവർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള കടയുടെ ഗ്രിൽ തകർത്തായിരുന്നു മോഷണം. കടയിലുണ്ടായിരുന്ന പണവും സാന്ത്വന പ്രവർത്തന ഫണ്ടും കവർന്നെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കടയുടെ സമീപത്തെ 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു. മദീന റഹീം തട്ടുകടയിലാണ് മോഷണം നടന്നത്. നറുക്കോട് പട്ടിശ്ശേരി വീട്ടിൽ അബൂബക്കർ, നിസാർ എന്നിവരുടെ കടയിലാണ് മോഷണമുണ്ടായത്.
രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് പുറകുവശത്തെ ഗ്രില്ലിന്റെ അടിഭാഗത്തുള്ള ഭാഗം പൊളിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മേശയുടെ വലിപ്പ് തുറന്ന് പണം അപഹരിച്ചതായി കണ്ടെത്തിയത്. മേശയുടെ പുറത്ത് വെച്ചിരുന്ന നാട്ടൊരുമയുടെയും പാലിയേറ്റീവിന്റെയും ഹുണ്ടിക പെട്ടികളും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഇവ സമീപത്തുള്ള ഒടിഞ്ഞുപറമ്പിൽ പൊട്ടിച്ച നിലയിൽ കാണപ്പെട്ടു. ിലധികം രൂപ നഷ്ടപ്പെട്ടതായി അറിയിച്ചു. പരാതിയിൽ നാട്ടുകൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കടയുടെ സമീപത്ത് 2 വീടുകളിൽ മോഷണം നടത്തി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്തെ പല ആശുപത്രികളും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ രോഗികളെ കൊള്ളയടിക്കുന്നുണ്ട്. അമിതമായ ചികിത്സാ നിരക്കിൽ ജനങ്ങൾ നട്ടം തിരിയുന്ന സാഹചര്യമാണ്. എന്നാൽ ആശുപത്രികളിലെ ഈ കൊള്ളയ്ക്ക് തടയിടാൻ കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. എല്ലാ ആശുപത്രികളുടെയും ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെയും പുറത്ത് നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കുള്ള നിരക്കുകൾ പ്രദർശിപ്പിക്കണം. ആശുപത്രിയിലെ എല്ലാ ഇടപാടുകളുടെയും ഫീസ് വിവരങ്ങളും പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിലുണ്ട്. കൂടുതൽ ഫീസുകളോ പാക്കേജ് നിരക്കുകളോ ഈടാക്കിയാൽ ആശുപത്രികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികൾക്കും ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്കും പുറത്ത് നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കുള്ള പാക്കേജ് നിരക്കുകൾ പ്രദർശിപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ആശുപത്രിയിലെ എല്ലാ ഇടപാടുകളുടെയും ഫീസുകളെല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫീസുകളോ പാക്കേജ് നിരക്കുകളോ ഈടാക്കിയാൽ രജിസ്ട്രേഷൻ റദ്ദാക്കാമെന്നും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ, മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ, കേരള പ്രൈവറ്റ് ക്ലിനിക് അസോസിയേഷൻ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്നിവയുൾപ്പെടെ നിരവധി സംഘടനകൾ ശക്തമായ എതിർവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വിധി. സാബു പി ജോസഫ് അഡ്വക്കേറ്റ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് 2021 എന്ന കേസിലെ വിധി ചൂണ്ടിക്കാണിച്ചാണ് നിലവിലെ വിധി. നിയമത്തിലെ സെക്ഷൻ 39 പ്രകാരം പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിന് നിരക്കുകളും ഫീസും പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിധിയിൽ വ്യക്തമാക്കുന്നു. സാബു ജോസഫിന്റെ കേസിൽ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയം ഇതിനകം തീരുമാനിച്ചതിനാൽ സെക്ഷൻ 39-നെതിരെ ഹർജിക്കാർക്ക് ഒരു നിലയിലും എതിർവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് കോടതി വിധിച്ചു. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെതിരായ ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത്. നിയമത്തിൽ ഒന്നും ഏകപക്ഷീയമായോ ഭരണഘടനാ ലംഘനമായോ കാണുന്നില്ല എന്ന് കോടതി വിധിച്ചു. അതേസമയം നിയമം പാലിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചുള്ള പ്രശ്നപരിഹാരങ്ങൾക്ക് സർക്കാരിനെ സമീപിച്ച് പരിഹാരം കണ്ടെത്താനുള്ള അനുമതി നൽകിക്കൊണ്ടാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ സുപ്രധാനമായ വിധി. ന്യൂസ് 18 കൊച്ചി. വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പൊട്ടിത്തെറിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ടാകും. നമ്മുടെ പങ്കാളി, മാതാപിതാക്കൾ, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ. വീട്ടിലാണെങ്കിൽ അവർ ആക്രമണകാരികളാകും. ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപദ്രവിക്കും. എന്നിട്ട് പറയുന്നൊരു ന്യായമുണ്ട്. ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എൻ്റെ ചെറുപ്പം മുതലുള്ള സ്വഭാവമാണ്. നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ ഇങ്ങനെ പെരുമാറാറുള്ളൂ. എന്നെ പ്രകോപിപ്പിക്കുമ്പോഴോ എനിക്കിഷ്ടമില്ലാത്തത് പറയുമ്പോഴോ അല്ലേ ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അല്ല മാഷേ, നിങ്ങൾക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യാനും പറയാനും വിധിക്കപ്പെട്ടവരാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? ഇങ്ങനെയുള്ള മനുഷ്യർക്കൊപ്പം ജീവിക്കുന്നത് നരകതുല്യമായിരിക്കും അല്ലേ? ജീവിതം ഒന്നേ ഉള്ളൂന്നേ. ചുമ്മാ വഴക്ക് കൂടി എന്തിനാണ് അത് നശിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചും അവർക്കൊപ്പം ആഘോഷിച്ചും സമാധാനത്തോടെ ജീവിക്കുക. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.